ഒന്നും മിതഭാഷയല്ല. ഹായ് ജെന്റിൽമാൻ. ഹായ് സാർ. എടാ നീ ഒരു മിതഭാഷിയാന്ന് പറഞ്ഞു. ആണോ? അത് അങ്ങനെ പറഞ്ഞ എന്താ? അങ്ങനെ പറഞ്ഞ എന്താ? കുറച്ചേ സംസാരിക്കുള്ളൂ. ആയിരുന്നു അങ്ങനെ. ഇവിടെ ഒരു സംസാരമുണ്ട്, മിതഭാഷ്യന്മാരുടെ അമിതഭാഷ്യനായോ ഇപ്പോ എന്നുള്ളൊരു സംശയം. ആയോ? അയ്യോ, ചെറുതായിട്ട് പണ്ട് മത്സേട്ടൻ പറയാ നിന്റെ കൂട്ടുകെട്ടിന്റെ പ്രശ്നമാന്ന്. ഇപ്പൊ സാം ഉണ്ട്, ജഗത്ത് ഉണ്ട്, മതിയല്ലോ, ഉജ്ജ്വലുണ്ട്. എല്ലാരും ഫ്രണ്ട്സ് ആണ്. എല്ലാരും. ഞങ്ങളിപ്പോ 2 ദിവസമായിട്ട് ഞാന് സാം അല്ലെങ്കിൽ ജഗത്ത് ഇവര് ഞങ്ങള് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചു നേരം ഒന്ന് കൂടും. ആണോ? ഈ കൂടലിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇനി ഏതാ പാട്ട്, പിന്നെ എല്ലാവരുടെ പാട്ടും പാടി നോക്കും. എല്ലാവരുടെ പാട്ടും പാടി നോക്കും. അങ്ങനല്ലേ ഒരു പാട്ട് ചർച്ച. സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നല്ല സത്സംഗമാണ്. അടിപൊളി അല്ലേ? സത്സംഗം, നല്ല കൂട്ടുകെട്ട് അല്ലേ? അതെ സാർ. വെരി ഗുഡ്. സത്സംഗമാണ് നമുക്ക് വേണ്ടത്. ഈ കൂട്ടുകെട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാലാണ് നമ്മൾ ആകെ തരികട തകർന്നു പോണത്. ഓക്കെ. പിന്നെ ധിം തരികടതോ. അപ്പൊ നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കുക ജീവിതത്തിൽ. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്? സുറുമ എഴുതിയ മിഴികളെ. ബാബുക്കയുടെ പാട്ടാണ്. മൂവി ഖദീജ. വർഷം 1967. പിന്നെ ലിറിക്സ് യൂസഫ് അലി കച്ചേരി സാർ. പിന്നെ മ്യൂസിക് MS ബാബുരാജ് സാർ. പിന്നെ പാടിയത് യേശുദാസ് സാർ. എന്തുണ്ടോ? പറയാനുണ്ടോ? ഒന്നുമില്ല. പുതിയ വിശേഷം ഒന്നുമില്ല. പറയണെങ്കില് ഞാൻ അധികം ഇപ്പൊ ഷൂട്ട് കൊറേ അധികം ഉള്ളത് കൊണ്ട് വീട്ടിലൊന്നും പോവാറില്ല. എപ്പോഴും റൂമിൽ തന്നെയാണ്. പ്രാക്ടീസ് അല്ല, നമ്മുടെ ബ്രേക്ക് ഇല്ലല്ലോ നാട്ടിലൊക്കെ പോകാൻ വേണ്ടി. ഇതിപ്പോ ഇല്ലാത്തോണ്ട് വിശേഷമായിട്ട് അങ്ങനൊന്നുമില്ല. സ്പെഷ്യൽ വിശേഷങ്ങളില്ല. അരവിന്ദനോട് നിങ്ങൾ ചോദിക്കാണ്ടോ സ്പെഷ്യൽ ആയിട്ട്? പറയാൻ നോക്കും, പക്ഷെ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ അല്ല, അപ്പൊ ഇതിന്റെ ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഹായ് സാർ. ഹലോ, ചേട്ടാന്ന് വിളിച്ചാ മതി. നിങ്ങൾ ആദ്യമായിട്ട് കാണല്ലോ, നിങ്ങൾ സംസാരിക്കേ. ഹായ് സാർ. അല്ല ചേട്ടാ. ഒറ്റയ്ക്ക് മാറി സംസാരിക്കണോ? ഒറ്റയ്ക്ക് മാറി സംസാരിക്കണോ? അതിനെന്താ പെണ്ണ് കാണല്ലോ. ഇനി അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ആയിക്കോട്ടെ. ഈ പാട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞത് ആരാണ്? ഇത് അച്ഛൻ തന്നെയാണ്. അതെ, അച്ഛൻ ഈ റൗണ്ട് വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് എന്തായാലും ഈ പാട്ട് കിട്ടും. അതെന്തായാലും അച്ഛൻ ഊഹിച്ചിന്. പാട്ടുകളുടെ നമ്മുടെ ടോപ്പ് 5 എടുത്ത് നോക്കുമ്പോ വരുന്ന പാട്ടാണ് ഒരു പുഷ്പം, പ്രാണസഖി, താമസമെന്തേ, സുറുമ എഴുതി. ഇതൊക്കെ ടോപ്പ് 5 എപ്പോ നോക്കിയാൽ എല്ലാവരുടെയും ബാബുക്ക ലിസ്റ്റിലുള്ള പാട്ടാണ്. ബാബുക്ക നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം ആ ഫ്രെയിം വർക്കിൽ മലയാള സിനിമ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്തത് അദ്ദേഹമാണ്. ആൻഡ് എത്രയോ ഗസൽ രൂപത്തിൽ എത്രയോ പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു പാട്ട് സാരംഗ് പാടി കേൾക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ഈ പാട്ടുകളൊക്കെ ബാബുരാജ് മാഷ് ബാബുക്ക തന്നെ പാടിയിട്ടുണ്ട്. അതെ, ബാബുക്ക പാടുന്നു. അതെ, ബാബുക്ക പാടുന്നു. കാസറ്റിന്റെ പേര് പണ്ട് സ്പോട്ടിഫൈയിലുണ്ട്. ഇപ്പൊ അത് കേൾക്കണം, അതിന്റെ ഫീൽ അറിയണമെങ്കിൽ. അയ്യോ, അപ്പൊ ഇത് അച്ഛനും അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണോ പാട്ട്? സാരംകുട്ടൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അച്ഛൻ അത് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആര് ചേച്ചി സുറുമ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും എഴുതിയിട്ടുണ്ടോ? ഞാനും ഇടയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. സാരംകോട്ട എഴുതിയിട്ടുണ്ടോ? ഞാൻ പണ്ടൊക്കെ ഇടാറുണ്ട്. അമ്മ മറ്റേ ഇവിടെ ഇടുന്ന അതില്ലേ, ഏതോ കുഞ്ഞുവാവയാകുമ്പോ ഈ പൊട്ടും ഇതും ഇടുന്നതാണോ പറയുന്നേ? അല്ലല്ലല്ല, പിന്നെ അസാധനം എനിക്ക് ആക്കി തരാറുണ്ട്. പക്ഷെങ്കില് അതുപോലെ തന്നെ വേറെ സാധനമില്ലേ, പൊട്ട്. ഞാൻ വിചാരിച്ചു അത് ആദ്യത്തെ ഇതില് ഈ പൊട്ടാന്ന് ഞാൻ വിചാരിച്ചു സുറുമ. അത് ശരിയാ. ഈ പാട്ട് തിരിഞ്ഞ് കിട്ടിയപ്പോഴാണ് എനിക്ക് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് ഈ ഫ്ലോറിൽ സുറുമ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ആ സുറുമ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ഗ്യാസ് എഫക്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മനസ്സിന് നല്ലതല്ലേ? വെരി ഗുഡ്. താങ്ക് യു.
സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമേറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമേറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലേറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലേറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മാർക്കറിയാം സാരംകുട്ടന്റെ യെസ് സാരംകുട്ട, എന്താ സാർ ഈ ഒരു പെർഫോമൻസിന്, ഈ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് വി ഹാവ് ഡിസൈഡഡ് ഓൺ 97.75 മാർക്സ് ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ സുറുമയെഴുതിയ മിഴികളെ സാരംകുട്ട ഒരു മഴ പെയ്പ്പിക്കേണ്ട സമയമായേ. ഓക്കെ 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 ആലോചിക്കാം. അതൊക്കെ സമയമൊക്കെ ആയിട്ടുണ്ട്. സാർ ഓക്കെ ടാറ്റാ. അടുത്ത പ്രാവശ്യം ഞാൻ കാർമേഘം കൊണ്ട് വരും മഴ